അറിയാൻ പാടില്ലാത്ത എന്റെ ആശാനെ പീടിപ്പോ ചീത്ത വിളിച്ചോടാ. ചീത്ത വിളിക്കുകയും ചെയ്യും അടിക്കുകയും ചെയ്യും. നീ തോടുകൂടാ തോടുകൂടാ. നിനക്ക് കുഞ്ഞൂട്ടിനെ മനസ്സിലായിട്ടാ. നിനക്ക് എന്നെ മനസ്സിലായിട്ടില്ല. എന്താ കാണിച്ചു നീ അടിക്കാൻ വേണ്ടി? ആരാന്ന് വിചാരം? ആരാത്? ഗോപാലാണ്, കച്ചറ ഗോപാലാണ്. വെറുതെ കളിക്കാൻ നിൽക്കണ്ട നീ. കച്ചറ കുഞ്ഞൂട്ടനാന്ന്. എന്റെ ആശാന പീടി പോയി ചീത്ത വിളിച്ച കക്ഷിയാ നടന്നിക്കുന്നത്. അതെ, അതൊക്കെ എനിക്ക് മനസ്സിലായി. നീ അതിന്റെ മോള് ചോദിക്കാൻ നിൽക്കണ്ടാന്ന്. ചോദിക്കൽ രണ്ടെണ്ണം കൊടുക്കുകയും ചെയ്യും. നീ പാട് നോക്കി പോ. ഇത് കളി വേറെ പോ. വിട് വിട്, വണ്ടി വിട്. രണ്ടെണ്ണം കൊടുത്ത് നിലം പരിശാക്കിട്ട് ഈ കുഞ്ഞൂട്ടനെ എടുത്ത് പോലും. നിന്നോട് വേണ്ടാന്നാണ് പറയണത്. വേണമെങ്കിൽ കണ്ടോ. പോ. നിനക്കുണ്ടെന്ന് വാങ്ങിക്കും. നിനക്കുണ്ടെന്ന് സത്യമാണോ? ആന്നേ, ഓ ഈ നേരം വരെ കടയിൽ വന്നിട്ടില്ല. ആ, ഒരു പണി ഒരു ഉച്ചവരെ ഒന്നും നോക്കാതെ കഴിഞ്ഞിട്ട് അന്വേഷിച്ചാ പോരെ? അല്ലടാ, ഇന്ന് കാലത്ത് ഓൻ വരാന്ന് പറഞ്ഞിരുന്നാണല്ലോ. ഇതുവരെ കാണാനില്ല എന്ന് പറഞ്ഞാല് എന്തൊരു ഇടങ്ങറാന്ന് ആലോചിച്ച് നോക്ക്. വേറെ എവിടെ പോവാനാണത്? എന്താ ചെയ്യോടച്ചോനെ. അല്ല, ഇജ് എന്തെങ്കിലും ഏടാ കൂടെ ഉണ്ടാക്കിയ ഇജ് എന്താ പറഞ്ഞു അവനോട്? ഞാൻ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ അവനെ വിളിച്ചിട്ട് ഒരു ഉപദേശം നടത്തി. എന്തെന്ന്? എടാ, പരീക്ക എന്ന് പറഞ്ഞാൽ നിനക്കൊരു കൈത്തൊഴിൽ പഠിപ്പിച്ച തന്നെ ഗുരുനാഥനാണ്. കുരുത്തോണ് ആദ്യം വേണ്ടത്. നിന്റെ ചോറാണ് തയ്യൽ മെഷീൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഉപദേശം അവന് കൊടുത്ത്. നീ പരീക്കാനോട് തലമറന്ന് വർത്താനം പറയരുത്, പുള്ളിനെ ബുദ്ധിമുട്ടിക്കരുതെന്നൊക്കെ മാത്രം പറഞ്ഞൊരു ക്ലാസ് നടത്തി. വേറെ ഒന്നും ഞാൻ ചെയ്തില്ല. അപ്പൊ അവൻ പറഞ്ഞു മേലാല് ഞാൻ അതുപോലെ പുള്ളിനെ ബഹുമാനിച്ചോളാം, പറയണ അനുസരിച്ചോളാം എന്ന് പറഞ്ഞിട്ട് പോവുകയും ചെയ്തു. ഒന്നും പറഞ്ഞിട്ടില്ല ഞാൻ. വാസുട്ടിയാണല്ലോ. ഹലോ. എന്താ ഈ എന്നിട്ട് പടച്ചറേ എന്താണ്? അതെ, എന്ത് കാര്യം. എന്നാ ശരി, എന്നാ വെക്ക്. ഞാൻ നോക്കട്ടെ. ശരി ഏട്ടങ്ങറാന്ന് ആലോചിച്ച് നോക്കിയേ. എന്തപ്പ ഉണ്ടായിന്നറിയോ? അവനതാ നമ്മൾ ഇന്നലെ പറഞ്ഞില്ലേ, മറ്റേ ഗോപാലൻ, കച്ചറ ഗോപാലൻ. ഓന്റെ അടുത്ത് പോയിട്ട് എന്താണ് ഇതിന്റെ ആശാന പറഞ്ഞത്, ഈ കണ്ണിയാണ്ട വർത്താനം എന്റെ ആശാനോട് ഇനി മേലിൽ പറഞ്ഞേക്ക് അന്നം തരണ ആണ്, എന്റെ ആശാനാണ്, അതാണ് ഇതാണൊക്കെ പറഞ്ഞിട്ട് ഓന്റെ അടുത്ത് പോയിട്ട് അങ്ങോട്ട് തട്ടിക്കേറിയെന്ന്. ഇവരെന്തിനാ അയാളുടെ അടുത്തോട്ട് പോയത്? എനിക്കറിയില്ല എന്റെ എന്തെന്നാ ഈ പറഞ്ഞ. അപ്പൊ അവിടെ വാസുട്ടിക്ക് അവിടെ ആയിരുന്നു പണി. അപ്പൊ അത് കയ്യും കാലൊക്കെ തല്ലി മുറിച്ചിട്ട് ഇപ്പൊ അവിടെ നമ്മുടെ ടൗണിലെ ഹോസ്പിറ്റലില്ലേ, നമ്മുടെ ടൗണിലുള്ള അനന്യ ഹോസ്പിറ്റലില്ലേ, അവിടെ കയ്യും കാലൊക്കെ മുറിഞ്ഞ് കൊണ്ട് കിടത്തിന്ന് പറയുന്നുണ്ട്. ഇപ്പൊ കേട്ടോടത്തോളം ഒരു 5000 ഉറുപ്പ്യ ഇപ്പൊ പോവും. അനന്യാണെങ്കിൽ 5 രൂപ ഒന്നും പോരാ പരീക്ക. നമ്മൾ ഓടി അങ്ങോട്ട് ചെന്നിട്ട് അല്ല ഒരു 5-10 രൂപയെങ്കിലും കയ്യിൽ വേണം. പരീക്കയുടെ വീട്ടിൽ പോയി റസിയാനോട് കാശ് മേടിച്ചിട്ട് നമുക്ക് അങ്ങോട്ട് ചെല്ലാം. എണീക്ക് വാ. എന്തൊരു ഏട്ടങ്ങറായി ചെങ്ങായി ഉണ്ടാക്കി വെക്കണ ഓരോ കാര്യം ആലോചിച്ച് നോക്കിട്ട് ഇന്ന് ആടിക്കൊഴിഞ്ഞ് വരാണ്ട് ഇങ്ങോട്ട് വാങ്ങിട്ട് വേഗം. കുറച്ച് കാര്യം എടുത്തേ. ഒരു 10000 ഉറുപ്പ്യ കൊണ്ട് എടുക്ക് തൽക്കാലം. 10000 ഉറുപ്പ്യ? എടി, ഞാൻ ആശുപത്രിയിൽ നിന്നാ വരുന്നത്. ആ കുഞ്ഞുട്ടൻ ഏതാ കച്ചറ ഗോപാലിന്റെ അടുത്ത് പോയി പ്രശ്നം ഉണ്ടാക്കി കയ്യും കാലൊക്കെ തല്ലി തമ്പോറാക്കി ആശുപത്രി എടുക്കാണ്. എന്തിനാണ് ഓൻ പ്രശ്നം ഉണ്ടാക്കാൻ പോയത്? അതൊക്കെ പിന്നെ പറയാ റസിയ, ഒരു 10000 രൂപ എടുത്ത് കൊടുക്ക്. എക്സ്റേ വേണം, സ്കാനിങ് വേണം, അത് വേണം, ഇത് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ആയിരത്തുണ്ടാ. അല്ല, ഓനിപ്പോ എന്താ അവസ്ഥ? എന്നോട് കഥ പറഞ്ഞു നിൽക്കാൻ നേരമില്ല. ഇയാൾക്ക് 1000 ആശുപത്രി കേസാണ്. ഒരു കാര്യം പറഞ്ഞ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുള്ളത് വെച്ചാല് ഇയാണ് ഇതിനൊക്കെ കാരണം കേട്ടോ ചങ്ങായി. ഈ ഒറ്റൊരുത്തനാണ്. ഈ ആ കച്ചറ ഗോപാലിന്റെ കാര്യം അങ്ങോട്ട് എടുത്തിട്ടപ്പോഴേ എന്റെ മനസ്സിൽ കരുതിയതാ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കുന്നു. എനിക്ക് ചീത്തപ്പേരായി. അന്ന് പരീക്ഷ ചോദിച്ചപ്പോ റസിയ 10000 തന്നേച്ചെങ്കിൽ അത് മേടിച്ചോണ്ടാവും വീട്ടിൽ പോർന്നില്ലേ.
നിന്റെ സ്ഥിതി ഉണ്ടല്ലോ കൂഞ്ഞിന്റെ മുകളിൽ കുരു വന്ന ആൾക്കാരെ സ്ഥിതിയാ. ഞാൻ അറിഞ്ഞു ഈ വെളിവില്ലാത്തവൻ പോയി അയാളുടെ മെക്കിട്ട് കയറും. 10 പൈസയും കയ്യിലില്ല, ഇങ്ങോട്ട് കൊണ്ടാങ്ങടേ. തരല്ലേ നീ കായ് എത്ര വേണ്ടി വരും അറിയില്ല. ഒരു 10,000 ഉറുപ്പ്യ കൂടി എടുത്തു കൊടുത്തോട്ടെ, ആശുപത്രിയിലേക്കാണ് ഞാൻ പോണത്. ആ ഒന്നാമത്തതേ, ഈ 10,000 ഉറുപ്പ്യ അന്ന് അവനക്ക് ശമ്പളം കൊടുക്കണം നേരത്ത് തന്നിരുന്നെങ്കിൽ ഇപ്പൊ അവൻ നാട്ടിൽ പോയിട്ട് സമാധാനത്തിൽ തിരിച്ചെത്തേണ്ട സമയമായി. ഇതൊക്കെ ഈ കായ് എന്ന് പറഞ്ഞ മുതലുണ്ടല്ലോ ആവശ്യത്തിന് ഉപകരിക്കാനുള്ളതാ. ഇല്ലെങ്കിലേ ഇത് പേപ്പറിന്റെ വിലയുള്ളൂ. ഇജ്ജത് ആദ്യം മനസ്സിലാക്കിക്കോ. എടുക്കോ വണ്ടി.